ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും അമ്മയും ചീമയും കുഞ്ഞിയും വേദയും കൂടി ഒരു യാത്ര പോവുകയാണ്. എവിടേക്കാണെന്ന് ചോദിച്ചാൽ ഇന്ന് ചീമയുടെ വേദ തുടങ്ങിയിട്ട് ഇന്ന് 14 ഡേയ്സ് പാക്കേജാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പാലാഴി ഹോസ്പിറ്റലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, ഡോക്ടർ കണ്ണദാസിൻ്റെ. നമ്മുടെ തിരുമലയ്ക്കും പൂച്ചപ്പുരയ്ക്കും ഇടയ്ക്ക് വിജയമോനി മില്ലിനടുത്തുള്ള പാലാഴി. അപ്പോൾ 14 ഡേയ്സ് പാക്കേജാണ്. ഇന്ന് 13th ഡേ ആട്ടോ, 13ാമത്തെ ദിവസമാണ്. അപ്പോൾ ലാസ്റ്റ് 2 ദിവസം നമ്മൾ അവിടെ ചെന്ന് വേദ പിടിക്കാമെന്ന് പറഞ്ഞു. കാരണം കുറച്ചുകൂടെ ട്രീറ്റ്മെൻറ്റ് കൂടുതൽ, അതായത് ധാരയും ഒക്കെ നമുക്ക് കിട്ടും. വീട്ടിലെ ധാരയൊന്നും അങ്ങനെ അധികം ചെയ്യാൻ പറ്റില്ലല്ലോ. അവസാന 2 ദിവസം ആദ്യമേ പാക്കേജ് എടുത്തപ്പോഴേ പറഞ്ഞു അവിടെ പോയി ചെയ്യാമെന്ന്. അങ്ങനെ അങ്ങോട്ടേക്ക് പോവാണ്. അതിലൊരു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അവർക്കൊരു പാക്കേജിൽ, ഈ ഒരു പാക്കേജിൽ ഇപ്പോൾ ബൈസ്റ്റാൻഡർ ആരാണോ കൂടെ നിൽക്കുന്നത്, ഹസ്ബൻഡോ അമ്മയോ ആരാണോ കൂടെ നിൽക്കുന്നത്, അവർക്കൂടെ അവർ ഒരു ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അമ്മയ്ക്കും ഇന്ന് ഒരു 1 hour പ്രൊസീജിയർ, സ്റ്റീം ബാത്ത്, ഓയിൽ മസാജ്, ഹെഡ് മസാജ് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു പാക്കേജിൻ്റെ കൂടെ ബൈസ്റ്റാൻഡർക്ക് ഫ്രീ ആട്ടോ. അപ്പോൾ അമ്മയ്ക്കും ഇന്ന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, മസാജിങ്ങും കാര്യങ്ങളൊക്കെ ഒരു 1 hour പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ അമ്മ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞെ നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങ് പോകാനിരുന്നു. അപ്പോൾ എന്നാലും അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ബൈസ്റ്റാൻഡർ ഹസ്ബൻഡാണോ അമ്മയാണോ ആർക്കാണോ വേണ്ടത് അവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്കും ഒരു 1 hour പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ നമ്മൾ 10:30-ക്കാണ് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുള്ളത്. അങ്ങനെ പോവാനായിട്ട് പോവാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പാലാഴി മൾട്ടി സ്പെഷ്യാലിറ്റി ആയുഷ് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഞാൻ ലൊക്കേഷൻ വീണ്ടും ക്ലിയർ ചെയ്ത് പറയാണ്. കാരണം പൂജപ്പുര വേറൊരു പാലാഴി കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ പേര് മാറിയിട്ടുണ്ട്. അപ്പോൾ പോകുന്നവർക്ക് കൺഫ്യൂഷൻ വേണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. തിരുമല കഴിഞ്ഞ് വരുമ്പോഴേക്കും പാങ്ങോടുന്ന് വിജയമോനി മില്ല്, അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. വീണ്ടും ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് പാലാഴി ഹോസ്പിറ്റൽ. ഇവിടെയാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ചീമയ്ക്ക് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു കർക്കിടക ചികിത്സ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ള പരിചയമാണ്. ആ ട്രീറ്റ്മെൻറ്റിൽ എനിക്ക് ഭയങ്കര ഒക്കെ ആയിരുന്നത് കൊണ്ടാണ് ചീമയ്ക്കും ഇവിടെ തന്നെ അങ്ങ് ചെയ്യാമെന്ന് കരുതിയത്. പാലാഴി ഹോസ്പിറ്റൽ ഇതാട്ടോ, ഡോക്ടർ കണ്ണദാസ്, അദ്ദേഹത്തിൻ്റെയാണ് ഈ ഒരു ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണ് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ചീമ വേദയ്ക്കും ട്രീറ്റ്മെൻറ്റ് വേണോടാ. കുഞ്ഞിയെ കൈ കൊടുക്കാത്തതുകൊണ്ട് പിണങ്ങിയിരിക്കുന്നത്. കോളടിച്ചല്ല. അമ്മ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, ബൈസ്റ്റാൻഡറിൻ്റെ കെയർ ആരും നോക്കൂല. പ്രസവിക്കുന്ന അമ്മമാരെടുക്കും പോലെ അതിനെക്കാട്ടി അത്യാവശ്യമാണ് അല്ലേ ബൈസ്റ്റാൻഡേഴ്സ്. അതുകൊണ്ട് അമ്മ ഭയങ്കര സന്തോഷത്തിലാണ്. നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. എന്നല്ല ഞാനിത് പറഞ്ഞപ്പോൾ അമ്മ പറയാണ്, ഞാൻ പറഞ്ഞത് അവർ ചിലപ്പോൾ വീഡിയോയിൽ കേട്ടിട്ടുണ്ടായിരിക്കും ബൈസ്റ്റാൻഡർ. ഞാൻ പറഞ്ഞത് മുമ്പേ അവർ കൊടുത്തിട്ടുള്ളതാണ്. സോ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 13 ഡേ ആണ്, 13, 14 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ വന്നപ്പോൾ ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് 14 ഡേയ്സ് വേണമെങ്കിലും വീട്ടിൽ ചെയ്യാം, അവർ വന്ന് ചെയ്തു തരും, അതിനൊന്നും നോ ഇഷ്യൂസ്. പക്ഷേ നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് 2 ദിവസം ഇവിടെ വന്ന് ചെയ്യാമെന്നുള്ളത്. നിങ്ങൾക്ക് ഈ പാക്കേജ് എടുക്കുകയാണെങ്കിൽ 2 ദിവസം വന്ന് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം കുറച്ചുകൂടെ നല്ല ട്രീറ്റ്മെൻറ്റ് ഇവിടെ വന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ധാരയൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവിടെ ആകുമ്പോൾ പിന്നെ അതെല്ലാം ചെയ്യുന്നതാണല്ലോ. അതുകൊണ്ട് ഇവിടെ വന്ന് 2 ദിവസം, ലാസ്റ്റ് 2 ഡേയ്സ് 2 ദിവസം ചെയ്യാമെന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുത്തതാണ്. എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട്. കുഞ്ഞിനൊരു കുറവ് വേണ്ടാന്ന് കരുതിയിട്ടാണ് ലാസ്റ്റ് 2 ഡേയ്സ് ഇവിടെ വരാമെന്ന് കരുതിയത്. നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് വന്ന് പോയി ചെയ്യുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് വീട്ടിൽ തന്നെ ആ പാക്കേജ് അങ്ങ് എടുത്തത് കേട്ടോ. വീട്ടിലാണെങ്കിലും 2 hours പ്രൊസീജിയറാണ്. ഇവിടെ കുറച്ചുകൂടെ സമയം എടുക്കും, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പോൾ കേട്ടോ. വന്ന പാടെ തന്നെ നമുക്കൊരു ആരതിയില ഒഴുങ്ങി കയറ്റി ഡോക്ടർ കൺസൾട്ടേഷൻ, അത് കഴിഞ്ഞൊരു വെൽക്കം ഡ്രിങ്കൊക്കെ തരുവാണ്. അപ്പം ഞാൻ ചോദിക്കായിരുന്നു, ഞാൻ അന്ന് കർക്കിടക ചികിത്സയ്ക്ക് വന്നപ്പോൾ നല്ല നറുനണ്ടി നാരങ്ങ വെള്ളം തന്നു, ഇന്ന് അതില്ലേന്ന് ചോദിക്കുകയാണ്. ഇന്ന് അതില്ല മാം, ഞാൻ പറഞ്ഞ് നാളെ വരുമ്പോൾ അത് നമുക്ക് സെറ്റാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണേ. ഒരു റൂമിലേക്ക് പോവാണ്. അമ്മയ്ക്ക് കൊച്ചിനെ കൊണ്ട് കയറാൻ പറ്റില്ല സ്റ്റെപ്പ്, അതുകൊണ്ട് കുട്ടിയുടെ കൊടുത്തു. അങ്ങനെ നമുക്കൊരു റൂം തന്നു, റൂമിലിരിക്കുകയാണ്. ഇപ്പം ബൈസ്റ്റാൻഡറേയും പേഷ്യൻറ്റിനെയും കൊണ്ടുപോകും. എന്നാലും ബൈസ്റ്റാൻഡർക്ക് വല്ലാത്തൊരു ഭാഗ്യം തന്നെ കിട്ടിയത്. ആക്ച്വലി നമ്മുടെ പാലാഴി ഹെൽത്ത് കെയർ എന്നായിരുന്നു ഇതിൻ്റെ പേര്. ഇപ്പോൾ റീനെയിംഡ് ആസ് ഡോക്ടർ കണ്ണദാസ് പാലാഴി ആയുഷ് ക്ലിനിക്. അപ്പം അങ്ങനെയാട്ടോ അറിയപ്പെടുന്നത്.
ഇത് ഒരു 4th ജനറേഷൻ ആയുർവേദിക് ക്ലിനിക്കാണ്. ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുമല വിജയമോഹിനി മില്ലിനടുത്താണ്. ഈ സെയിം നെയിമിൽ പാലാഴി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് പൂജപ്പുരത്ത് തന്നെ മറ്റൊരു ഹോസ്പിറ്റലുണ്ട്. അവരും ഇപ്പം നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ടാന്ന് കരുതിയിട്ടാണ് വിജയമോഹിനി മില്ലിൻ്റെ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ഡോക്ടർ കണ്ണദാസ് പാലാഴി ആയുഷ് ക്ലിനിക്ക് കേട്ടോ. നമ്മുടെ ഡോക്ടർ കണ്ണദാസ് സ്റ്റാർട്ട് ചെയ്ത പാലാഴി ഹോസ്പിറ്റൽ നമ്മുടെ വിജയമോഹിനി മില്ലിനടുത്തുള്ള തിരുമല വിജയമോഹിനി മില്ലിനടുത്തുള്ള ഹോസ്പിറ്റലാണ്. നമ്മുടെ ഡോക്ടർ കണ്ണദാസിൻ്റെ പാലാഴി ഹോസ്പിറ്റലിന് ഒരു സിറ്റി ബ്രാഞ്ച് കൂടെ ഉണ്ട്, കരമനയും. അപ്പോൾ വിജയമോഹിനി മില്ലിനടുത്തുള്ള തിരുമലയാണ് നമ്മുടെ പാലാഴി ഹോസ്പിറ്റൽ ഉള്ളത്. പ്രസവരക്ഷ, ആയുർവേദിക് ഐ ട്രീറ്റ്മെൻറ്റ്സ്, റിജുവിനേഷൻ ട്രീറ്റ്മെൻറ്റ്സ്, ഓർത്തോ റിലേറ്റഡ് ഡിസീസസിനൊക്കെ പറ്റിയ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. IP ആൻഡ് OP ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഓൾസോ ട്രിവാൻഡ്രത്ത് ഹോം സർവീസ് ആയിട്ട് വന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാവരും. ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ കൺസൾട്ടേഷൻ ചെയ്തതിന് മാത്രമേ ചെയ്യത്തുള്ളൂ, അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനോ അവരുടെ ഇഷ്ടത്തിനോ ഒന്നും അല്ല ചെയ്യുന്നത്. ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ സ്കിന്നിനൊക്കെ നമ്മുടെ ബോഡിക്ക് ഓക്കെ എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് മാത്രം അതനുസരിച്ച് ഡോക്ടർ പറയുന്ന രീതിയിലാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം ഇതിലും ഇൻക്ലൂഡ് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ അത്യാവശ്യം എല്ലാവരും ചെയ്യുന്ന കുറച്ച് ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ബാക്കിയവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസും പാക്കേജ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. എനിക്കറിയുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. അവരാകുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം കേട്ടോ. ഒരു മടിയില്ലാണ്ട് അവരെ വിളിച്ച് സംസാരിച്ചാൽ മതിയേ. ചീമയ്ക്ക് ലേപനോ അങ്ങനെ എന്തോ, എനിക്കിതിൻ്റെ ഒന്ന് കറക്റ്റ് പേര് പറയാറില്ല. ഇന്നിപ്പോൾ ലേപനം ഉണ്ടായിരുന്നു, ഫുൾ ബോഡി ഇലക്കിഴി മസാജ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫുൾ ഫേസ് പാക്ക്, ബോഡി പാക്ക്. ഇന്ന് ഫേസ് പാക്കായിട്ട് നവര ഫേസ് പാക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഫുൾ ബോഡി പാക്ക്, അത് കഴിഞ്ഞ് ധാര, അത് കഴിഞ്ഞ് തലയ്ക്കിതേ അതിനെന്തോ പറയുമല്ലോ, തലയിൽ ചെയ്യുന്ന ധാര, അയ്യോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്തോ തലയിൽ ചെയ്യുന്ന ധാര, അതെല്ലാം കഷായം കൊണ്ടൊക്കെ ചെയ്യുന്നതാട്ടോ. അതൊക്കെ ചെയ്യുമ്പോൾ എന്തോ റിലാക്സേഷനാണെന്നറിയോ. അപ്പോൾ ഇതൊക്കെ ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോഴാട്ടോ ഈ ഒരു ധാരയൊക്കെ കിട്ടിയത്. നമുക്ക് വീട്ടിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ലാസ്റ്റ് 2 days ഇവിടെ വന്ന് എടുക്കാമെന്ന് കരുതിയത്. അപ്പോൾ എന്തായാലും ചീമയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാട്ടോ കിട്ടിയിട്ടുള്ളത്. ചീമ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയി. അപ്പോൾ അമ്മ ഇവിടെ ഇരിക്കുകയാണ്. ചീമയുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ്. ഞാൻ ഇവരുടെ അവർ ഞാൻ പറഞ്ഞില്ലേ, ഓയിലും പൊടികളും എല്ലാം അവരിവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ആ സ്ഥലം ഞാൻ പറഞ്ഞു എനിക്കൊന്ന് വീട്ടിലെടുക്കണം, കാണിച്ചു തരുമെന്ന് വെച്ചാൽ പറഞ്ഞു. ഇപ്പോൾ കാണിച്ചു തരാം. അപ്പം ഞാൻ അവിടെ കാണിച്ചു തരാം. പിന്നെ പക്ഷേ ഈ ഒരു ബൈസ്റ്റാൻഡർക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടൊരു ഫ്രീ ആയിട്ട് അവർ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എല്ലാം വരുന്നുണ്ട് കേട്ടോ. ഓയിൽ മസാജ്, സ്റ്റീം ബാത്ത്, ഹെഡ് മസാജ് ഒക്കെ വരുന്നുണ്ട്. നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അത് വേറെ എവിടെയെങ്കിലും അങ്ങനെ കൊടുക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവരിപ്പോൾ ഇതെന്തായാലും അവരുടെ ഈ ഒരു പ്രസവരക്ഷ പാക്കേജിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അതൊരു നല്ല ഇതാണ്. കുഞ്ഞു പെണ്ണ് നല്ല ഉറക്കം, 2-2.5 മണിക്കൂർ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറുണ്ട്. ഉണർന്നാൽ തീർന്നു. അമ്മയ്ക്ക് മുട്ടിനൊക്കെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് മുട്ടിൽ ഒരു ലേപനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചീമയ്ക്കവിടെ താഴെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതും കഴിഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്ക് തുടങ്ങുമ്പോൾ വീണ്ടും ലേറ്റാകും. അപ്പം ഉള്ള സമയം ഇതെത്ര സമയം ഇട്ടേക്കണം? 40 മിനിറ്റ് അത് ഇട്ടേക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഇരിക്കുമ്പോൾ അതങ്ങ് ഇട്ട് കൊടുക്കാം എന്ന് പറഞ്ഞങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ചീമ ഇറങ്ങിയിട്ട് വീണ്ടും പിന്നെ ഭയങ്കരമായിട്ട് ലേറ്റാവും. അതേസമയം ഇവിടെ ഇരിക്കുന്ന സമയം അത് മുട്ടിലിട്ടുകൊണ്ടിരിക്കട്ടെ. അത് കഴിഞ്ഞ് ചീമ ഇറങ്ങിയിട്ട് ബാക്കി ട്രീറ്റ്മെൻറ്റ്. സുഖജീവിതം. അവരെ കഷ്ടപ്പാട് അവർക്കെന്നെ അറിയാവൂ. രാത്രി ഉറക്കമില്ല. എന്തോന്നടാ കുഞ്ഞിപ്പെണ്ണിൻ്റെ ശബ്ദം മൈക്കൂടെ എല്ലാവരും കേൾക്കണമായിരിക്കും. ഇനി ഒരു 4 days കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ മുഖം റിവീൽ ചെയ്യുന്നുണ്ട്. അമ്മ സാധനമൊക്കെ ഇട്ടിട്ട് അമ്മയും ഞാനും കുഞ്ഞിയും കിടന്നുറങ്ങി. വേറെ ഫോൺ കണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ലേപനമൊന്നും അവിടെ ഇതിലുള്ള പാക്കേജിലുള്ളതല്ല. അമ്മ അത്രയും ബുദ്ധിമുട്ട് പറയുന്നത് കണ്ടപ്പോൾ പാവം തോന്നിയിട്ട് ഇട്ട് തന്നതാട്ടോ. അപ്പോൾ അമ്മ ചീമ ഇവിടെ നിന്ന് പോയതിന് ശേഷം ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. കാരണം ആ ലേപനം ഇട്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സുഖമുണ്ടെന്ന് കേട്ടോ. ലേപനം ഇട്ട ശേഷം അവിടെ സ്റ്റീം ചെയ്യാം കേട്ടോ. അവിടെ മാത്രം സ്റ്റീം കൊടുക്കുകയാണ്. അപ്പോൾ ഉള്ള നീരൊക്കെ വറ്റി കുറച്ചൊരു ആശ്വാസം കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കോംപ്ലിമെൻ്ററി ആയിട്ട് ബൈസ്റ്റാൻഡർക്ക് ഒരു ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് അവർ കൊടുക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. കാരണം ഉറക്കമില്ലാതെയും കുഞ്ഞിൻ്റെ കൂടെയൊക്കെ നിന്നിട്ടുമൊക്കെ
ഭയങ്കരമായിട്ട് ടയേർഡാവും കേട്ടോ. അപ്പോൾ അവർക്കൊന്ന് റിലാക്സ് ചെയ്യാൻ ഈ ഒരു 1 അവർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. അതിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അമ്മ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കാരണം അമ്മ അങ്ങ് ടയേർഡായി, അമ്മയ്ക്ക് വയ്യ. അപ്പോൾ ഒന്ന് മൈൻഡും തലയും മനസ്സും ശരീരവും തലയും ഒക്കെ ഒന്ന് കുളിർമ ഏകിപ്പിക്കാൻ പറ്റുന്ന അവസരം അമ്മ മുതലാക്കുന്നുണ്ട്. നല്ല രീതിയിൽ അമ്മയ്ക്ക് ഒരു ട്രീറ്റ്മെൻ്റ് എല്ലാം കിട്ടി. ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് 4 വഴിക്ക് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്ക് ഒരു സുഖം, അതെല്ലാം ചെയ്ത് ടയേർഡായിരുന്ന ആൾക്കാർക്ക് അത്രയും നല്ലൊരു മസാജിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഒന്ന് കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ വയ്യാത്തൊരവസ്ഥയിൽ വന്ന് എല്ലാവരും സുഖമായിട്ട് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങി. ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് എനിക്ക് ചീമയ്ക്ക് കൊടുക്കാൻ പറ്റിയത്. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അറിയാം നമുക്ക് എവിടെയാണ് ഏറ്റവും നല്ലത്, എങ്ങനെയാണ്, ഏതാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ചീമയ്ക്കൊരു പ്രസവരക്ഷ വേണമെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ആദ്യമേ പറഞ്ഞത് പാലാഴി നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഡോക്ടർ കൃഷ്ണയെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് പ്രസവരക്ഷ വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പാലാഴിയെ കോൺടാക്ട് ചെയ്യുന്നതും അവർ വന്ന് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ചീമയ്ക്ക് കൊടുത്തത് കേട്ടോ. ഈ സമയത്ത് നമ്മൾ എന്താണ്, ഈ പ്രസവ സമയത്ത് നമുക്ക് ബോഡിയിൽ കിട്ടുന്നത് എന്താണോ നമ്മുടെ ആജീവനാന്ത കാലം നമ്മുടെ കൂടെ ഉണ്ടാവും. എത്രത്തോളം നമ്മളപ്പോൾ കെയർ കൊടുക്കുന്നോ അത്രത്തോളം നമുക്ക് ഫ്യൂച്ചറിൽ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരില്ല. അതുകൊണ്ട് ചീമയ്ക്ക് കൊടുക്കാൻ പറ്റിയതിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെൻ്റ് ആട്ടോ ഇത്. ഞാനും വേദയും കുഞ്ഞിപ്പെണ്ണും മാത്രമുണ്ട്. അമ്മയും പോയി, ചീമയും പോയി. ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ കൊണ്ടുവന്ന കേട്ടോ. 4 കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു 4 കഴിക്കില്ല, അതുകൊണ്ട് 2 മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചോറ്, അച്ചാറ്, കോവയ്ക്ക മെഴുക്കുവരട്ടി, പയർ തോരൻ, പിന്നെ എന്തോ തീയലാണെന്ന് തോന്നുന്നു, മുട്ട പൊരിച്ചത്, മുളക് വറുത്തത്, സാമ്പാർ, ചോറൊക്കെ ഉണ്ട് കേട്ടോ. എന്നും ഇവിടെ വന്നാൽ മതിയായിരുന്നു തടവാനായിട്ട്. ആ സമയം ഞാൻ വേദയോട് പറഞ്ഞു വേദയോട് കഴിക്കാനായിട്ട്. ഇത് സാമ്പാറല്ല ഗൈസ്, രസമാണേ. ഞങ്ങൾക്ക് സാമ്പാറായിരിക്കും. ആവശ്യമുള്ള വീട്ടിൽ ചിക്കൻ ഇരിക്കണല്ലേടാ, പോയിട്ട് വൈകിട്ട് കഴിക്കാമല്ലോ. കുറച്ചുകൂടെ സുഖജീവിതം ഫുഡ് ഉൾപ്പെടെ. അമ്മയുടെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചീമയ്ക്കും ഏകദേശം കഴിയാറായി. അപ്പോൾ ഒരു ലാസ്റ്റ് ഫൈനൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെയർ പാക്ക് കൂടി ഉണ്ട്. അതിട്ടിട്ടുള്ള കുളിയുടെ കഴിഞ്ഞാൽ ചീമയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഈ ഹെയർ പാക്ക് ഇട്ട് അധിക സമയം നിൽക്കേണ്ട, ജസ്റ്റ് പാക്ക് ഇട്ട് കുളിച്ചിട്ട് വന്നാൽ മതി. എന്നിട്ടതേ ജലദോഷമൊക്കെ വരാതിരിക്കാൻ എന്തോ ഒരു സാധനമൊക്കെ ഇങ്ങനെ പുകച്ച് കയറ്റുന്നുണ്ട്. പിന്നെ മുടിക്കായിട്ട് ഇത് ഇങ്ങനെ പുകയെല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും ഫുൾ സെറ്റാണ്. ഇനി നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ് കഴിയും. ലാസ്റ്റ് നമ്മുടെ കുഞ്ഞി പെണ്ണിനെയും ഇത് കുളിപ്പിച്ചെടുക്കുകയാണ്. നന്നായിട്ട് മസാജൊക്കെ കൊടുത്ത് ഒരുപാട് സമയം ഈ പണ്ടുള്ളവർ പറയും പോലെ തേച്ച് അങ്ങനെ ഇട്ടിരിക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. അവർ ജസ്റ്റ് നല്ല രീതിയിൽ കുഞ്ഞിക്കും മസാജൊക്കെ കൊടുത്ത് നന്നായിട്ട് കുളിപ്പിച്ച് നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മുടെ കയ്യിലേക്ക് തരും. പിന്നെ ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു. ഒന്ന് കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു 2.5-3 മണിക്കൂറോളം ഉണ്ടായിരുന്നു ചീമയ്ക്ക് ട്രീറ്റ്മെൻറ്റ്. പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു. ഇത് നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ.